തിരുവനന്തപുരത്ത് മുട്ടയ്ക്കാട് ഒരു വീട്ടമ്മ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മൾ വായിച്ചിരുന്നു. അതിനകത്ത് ഒരു പ്രതി ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസ് ചുമത്തപ്പെട്ട ഒരു പ്രതി DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അയാളുടെ പേര് ജോസ് ഫ്രാങ്ക്ലിൻ ആയിരുന്നു. DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. നെയ്യാറ്റിൻകര നഗരസഭയിലെ വാർഡ് കൗൺസിലറാണ്. ഒപ്പം തന്നെ സ്ഥിരം സമിതി അധ്യക്ഷനുമായിരുന്നു ഇയാളെ എന്തുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ വലിയ വിവാദമായിരുന്നു. ഇയാൾ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ വന്ന് മുൻകൂർ ജാമ്യമെടുത്തപ്പോൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്കിടയിൽ ബൈബിളിനകത്ത് നിന്ന് കണ്ടെത്തിയ ആത്മഹത്യാക്കുറിപ്പ്, സലിതകുമാരിയുടെ ആത്മഹത്യാക്കുറിപ്പ് ഇതാ പുറത്തു വരുന്നു. ആത്മഹത്യാക്കുറിപ്പിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ്. 52 വയസ്സുള്ള ആ വിധവയെ സ്വന്തം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഇയാൾ ലൈംഗികമായി പീഡിപ്പിച്ചു അത്രേ. ആലോചിച്ച് നോക്കുക, ഒരു വിധവയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ഒരു കോൺഗ്രസ് നേതാവ് ലൈംഗികമായി പീഡിപ്പിച്ചു. ഇത് നിസാര കുറ്റമാണോ പ്രിയപ്പെട്ടവരെ? നിസാരമായി തള്ളിക്കളയാവുന്ന കുറ്റമാണോ? അവരുടെ ആത്മഹത്യാക്കുറിപ്പിൽ അവർ മകൻ രാഹുലിനെ അഭിസംബോധന ചെയ്തെഴുതിയിരിക്കുകയാണ്: മോനെ, നമുക്ക് 20 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ട്. സബ്സിഡി ഇനത്തിൽ ലോണ് കിട്ടാനുള്ള സാധ്യത നമുക്കുണ്ട്. ആ സാധ്യത തേടിയാണ് നമ്മുടെ വാർഡ് കൗൺസിലറായ ജോസ് ഫ്രാങ്ക്ലിനെ ഞാൻ പോയി കണ്ടത്. അയാൾ ലോൺ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് എന്നെ അയാളുടെ ഓഫീസിലേക്ക് വിളിച്ച് വരുത്തിയ ശേഷം എന്നെ ശാരീരികമായി പീഡിപ്പിച്ചു. എന്നിട്ട് എന്നോട് ഒരു തവണ പീഡിപ്പിച്ചു, പിന്നീട് ലോൺ ശരിയായോ എന്ന് വീണ്ടും വിളിച്ചു ചോദിക്കുമ്പോൾ ഇനി എന്നാണ് ഓഫീസിലേക്ക് വരുന്നത് എന്നാണ് അയാൾ ചോദിക്കുന്നത്. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയോട് ഇങ്ങനെ മോശമായി പെരുമാറാൻ പാടുണ്ടോ? ഞാൻ എടുത്തെടുത്ത് പറയുന്നത് എൻ്റെ ആത്മനിർവൃത്തിക്ക് വേണ്ടി ഞാൻ പടച്ചുണ്ടാക്കിയ വാക്കുകളല്ല. ആ പാവം വിധവ കണ്ണീരോടുകൂടി അവരുടെ മകൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിനുള്ള വാക്കുകളാണ്. ആത്മഹത്യക്കുറിപ്പ് അവരിന്ന് ഫോറൻസിക്കാർ അവരുടെ എന്തൊക്കെയോ സാമ്പിൾ എടുക്കാൻ വന്നപ്പോഴാണ് ബൈബിളിൽ ഇത് കിട്ടിയത്. 2 ലെറ്റർ കിട്ടി. കാരണം അനീത്തയ്ക്ക് വേണ്ടി എഴുതിയത് പറഞ്ഞാൽ എനിക്ക് എഴുതിയ 2 ലെറ്റർ ആയിട്ടാണ് കിട്ടിയത്. അതിൽ മെൻഷൻ ചെയ്തേക്കുന്നത് എനിക്ക് കൊടുത്തേക്കുന്ന മോനെ ഞാൻ മരിക്കാൻ കാരണം ഇന്ന ആളാണ്, ജോസ് ഫ്രാങ്ക്ലിൻ എന്ന വ്യക്തിയാണ്. കാരണം പുള്ളി എന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ലോൺ തരാമെന്ന് പറഞ്ഞിട്ട് പല മോശപ്പെട്ട കാര്യങ്ങളിലും വിളിക്കുന്നത്, എനിക്ക് ഭർത്താവില്ലാത്തതുകൊണ്ട് അയാൾ പാർട്ടിയായിട്ടിരിക്കാൻ പറയണം, അങ്ങനെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ ആത്മഹത്യ ചെയ്തത്. എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. നമുക്ക് കടമുണ്ട്, കടം എങ്ങനെ തീർക്കണമെന്ന് എനിക്കറിയില്ല. നമുക്ക് അയാളെന്നെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, എന്ത് ചെയ്യും? ഇത് നിൻ്റെ കിട്ടണമെങ്കിൽ നീ ഇത് ആളെ കാണിക്കണം, അയാളോട് ചോദിക്കണം, എന്നിട്ട് നിങ്ങൾ ജീവിക്കണം. അങ്ങനെയൊക്കെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതിൽ കൊടുത്തേക്കും. പിന്നെ അനിയത്തിനോട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിനൊക്കെ കടമുണ്ട്, ഇതിന് ആൾക്കാർ അതൊക്കെ അത് പിന്നെ ലിസ്റ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനാണ് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഈ വാർത്താ അവതരണം കണ്ടിട്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ എഴുതുന്നു, ഇത് വലിച്ചു നീട്ടി ബോറാക്കുന്നു. വികാരം കൂടിയാൽ ചിലപ്പോൾ ഒന്ന് പറഞ്ഞ് നീട്ടിപ്പോകും. ഈ വാർത്തയൊക്കെ കുറച്ച് നീട്ടി വലിച്ച് പറയേണ്ടി വരും. അത്രമാത്രം തെമ്മാടിത്തരം അല്ലേടോ ഇവൻ കാണിച്ചു വച്ചിരിക്കുന്നത്. ഈ DCC ജനറൽ സെക്രട്ടറി ജോസ് ഫ്രാങ്ക്ലിൻ കാണിച്ചു വെച്ചത്. ആ തെമ്മാടിയെക്കുറിച്ച് കുറച്ച് കൂടുതൽ പറഞ്ഞു പോകും, ചിലപ്പോൾ വലിച്ചു നീട്ടിയെന്ന് വരും. അവൻ കാണിച്ച തെമ്മാടിത്തരത്തിന് ആരുത്തരം പറയും? അവനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം മതിയോ? കോൺഗ്രസ്സുകാരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ സസ്പെൻഡ് ചെയ്താൽ മാത്രം മതിയോ? യുവമാരെയൊക്കെ പണ്ട് ക്രിസ്തു പറഞ്ഞല്ലേ, വെള്ളപൂശിയ ശവമാടങ്ങൾ, ശവക്കുഴികൾ, അതുപോലുള്ളവന്മാരല്ലേ ഇവനൊക്കെ? ഒരു പാവം വിധവയോട് ഇങ്ങനെയാണോ കാണിക്കേണ്ടത്? അവർ അവരുടെ മകന് കത്തെഴുതി വെച്ചിട്ട് എന്ത് ചെയ്തു? ശരീരത്തിലൂടെ മണ്ണെണ്ണ ഒഴിച്ചിട്ട് ഗ്യാസടുപ്പ് തുറന്നു വിട്ട് അതിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു. മകൾ സ്നേഹയെ ജോലിക്ക് പറഞ്ഞു വിട്ടു, ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടു. എന്നിട്ടും അവർക്ക് കിടപ്പ് വരുന്നില്ല. കാരണം ഇങ്ങനെ വൃത്തികെട്ട തരത്തിൽ അവർ ജീവിച്ചിട്ടില്ല. ഭർത്താവ് ഗബ്രിയേൽ മരിച്ചിട്ട് കുറച്ച് നാളായി. ഒരു ബേക്കറി കട തുടങ്ങി, അതിൽ കുറച്ച് ബാധ്യതയുണ്ട്. 20 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട്. മകളെ കെട്ടിച്ചയക്കണം, മകനൊന്നും ആയിട്ടില്ല. ഈ ബാധ്യതകൾ തീർക്കണം. ഒരുത്തനോട് ലോണ് എടുക്കാൻ സഹായം അഭ്യർത്ഥിച്ചു പോയപ്പോൾ അവൻ എൻ്റെ തുണി ഉരിയുകയാണ് ചെയ്തത്. എന്ത് ചെയ്യണം? ഇനിയും ചെല്ലണം, അവന് തുണി ഉരിഞ്ഞു കൊടുക്കണം. വിധവയ്ക്ക് പറ്റില്ല, അത് ചെയ്യാൻ കഴിയില്ല. അതിന് പകരം ഞാൻ എൻ്റെ ജീവൻ തന്നെ കൊടുക്കുകയാണ്. ഇനി ഈ കത്തുമായി നീ പോകണം അവൻ്റെ മുന്നിൽ.
പോയിട്ട് 50 ലക്ഷം രൂപ വാങ്ങണം, വാങ്ങിയിട്ട് 20 ലക്ഷം രൂപയുടെ ബാധ്യത തീർക്കണം, അവനെ പൊതുസമൂഹത്തിന് മുന്നിൽ എറിഞ്ഞു കൊടുക്കണം മകനെ എന്ന് ആ അമ്മ കണ്ണീരോടുകൂടി പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇതൊക്കെ നിങ്ങൾ വായിച്ചു കാണും പൊന്നുമക്കളെ, നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും ഇതൊക്കെ. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്. ഇനിയും സംശയമാണ് ആർക്ക്? പോലീസിന്. ഈ കൈപ്പട ഇവരുടേതു തന്നെയാണോ? ഇത് ആരെങ്കിലും എഴുതി ബൈബിളിനിടയിൽ തിരികിയതാണോ? ഫോറൻസിക് സംഘത്തിന് ആരെങ്കിലും എടുത്തു കൊടുത്തതാണോ? ഏതെങ്കിലും CPM-കാരൻ എടുത്തു കൊടുത്തതാണോ ഈ കത്ത്? അല്ലേ അല്ല. മകൻ രാഹുലും മകളും അയൽക്കാരും എന്താണ് പറഞ്ഞത്? രാവിലെ അമ്മ ചായ ഇടാൻ എണീറ്റപ്പോൾ ഗ്യാസ് അടുപ്പിൽ നിന്ന് തീ പടർന്ന് അമ്മ പൊള്ളലേറ്റ് മരിച്ചു എന്നല്ലായിരുന്നു ആദ്യ മൊഴി. പ്രാഥമിക മൊഴി അതായിരുന്നില്ലേ? ഫോറൻസിക് സംഘം പരിശോധനയ്ക്ക് വന്നപ്പോൾ വീട് അരിച്ചു പറക്കി പരിശോധിച്ചപ്പോൾ ബൈബിളിനകത്ത് നിന്ന് ഈ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തത് ആരാണ്? ഫോറൻസിക് ഉദ്യോഗസ്ഥർ തന്നെയല്ലേ കണ്ടെടുത്തത്? അത് മകനെ പോലും കാണിക്കാതെ ബന്ദവസിലാക്കി കൊണ്ടുപോയത് ആരാണ്? കോടതിയിൽ സമർപ്പിച്ചത് ആരാണ്? ഈ പോലീസ് ഉദ്യോഗസ്ഥരല്ലേ? ആ കൈപ്പട സലിതകുമാരിയുടേതാണെന്ന് കണ്ടെത്തിയ ശേഷം ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് ജോസ് ഫ്രാങ്ക്ലിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് ഇതേ പോലീസല്ലേ? എന്നിട്ട് ഇപ്പോഴെങ്ങനെ പോലീസിന് സംശയം വരുന്നു അത് ഈ അമ്മ എഴുതിയത് തന്നെയാണോ എന്ന് എന്തിന് സംശയം വരുന്നു? വീണ്ടും കൈപ്പട പരിശോധിക്കാൻ എന്താണ് പോലീസിനെ തിടുക്കം? അപ്പോൾ പോലീസിലെ ചില ആളുകൾ, നെയ്യാറ്റിൻകരയിലെ ചില ആളുകൾ ഈ ഉന്നത കോൺഗ്രസ്സുകാരന് വിടുവേല ചെയ്യുന്നുണ്ട്. ഈ തെമ്മാടിത്തരം കാണിച്ച കോൺഗ്രസ്സുകാരന് വിടുവേല ചെയ്യുന്ന പോലീസുകാർ നെയ്യാറ്റിൻകരയിലുണ്ട്. അതുകൊണ്ടാണ് ഈ കൈപ്പട ഇനി പരിശോധിക്കാൻ പോകുന്നത്. ഏതായാലും ഇയാൾക്ക് കോടതി മുൻകൂർ ജാമ്യം കൊടുത്തു. ഇപ്പോഴൊന്നും കയറി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, കയറി പിടികൂടാൻ പറ്റില്ല. ഇനി കോടതിയിൽ ഒന്നേന്ന് റിപ്പോർട്ട് കൊടുക്കണം. ഇതിലിങ്ങനെ ഗുരുതരമായ പരാമർശങ്ങളുണ്ട്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ഇയാളെ ചോദ്യം ചെയ്ത് ഇയാളെ തെളിവെടുപ്പിന് കൊണ്ടുപോയാൽ മാത്രമേ കൂടുതൽ തെളിവുകൾ ലഭിക്കുകയുള്ളൂ. കേസ് എന്താണ്? കൊലക്കുറ്റത്തിന് സമാനമായ കേസാണ് എന്ന് പോലീസിന് എഴുതി ചേർക്കണമെങ്കിൽ, കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം പോലീസ്. അതൊക്കെ കുറച്ച് പണിയുള്ളതാണല്ലേ പോലീസേ? അപ്പോൾ കോൺഗ്രസ്സുകാരനെ രക്ഷിക്കാൻ പോലീസിന് ഇച്ചിരി ആവേശം കൂടുതലാണ്. അതാണ് മകൻ രാഹുൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. മകൻ രാഹുൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവിടെ പെറ്റ തള്ളയെക്കുറിച്ച്, ആ വയറിനെക്കുറിച്ച്, ആ നീറ്റൽ മകനുണ്ടാകും. മകൻ ആവേശത്തോടുകൂടി രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊരു രാഷ്ട്രീയ കക്ഷിയുടെയും പിന്തുണ വേണ്ടടോ. ഒരു രാഷ്ട്രീയക്കാരും മകൻ്റെ പുറകെ അണിനിരക്കണമെന്നില്ല. അവൻ പോരാടും അവൻ്റെ അമ്മയുടെ ജീവൻ്റെ നീതിക്ക് വേണ്ടി. അവൻ പോരാടും. അവൻ്റെ പോരാട്ടത്തിന് നീതി അർഹിക്കുന്ന 1000 ജനങ്ങൾ, ഈ ജനസമൂഹം, കേരളത്തിലെ യാബാലവൃദ്ധം ജനങ്ങളും അവൻ്റെ പിന്നിൽ അണിചേരും. അത് ഉറപ്പാണ്. ആ അമ്മയ്ക്ക് നീതി ലഭിക്കുന്നത് വരെ. ഇങ്ങനെയുള്ള തെമ്മാടികളെ, ആരെ, ജോസ് ഫ്രാങ്ക്ലിനെ പോലുള്ള തെമ്മാടികൾ അഴിക്കുള്ളിലാകുന്നതുവരെ ആ മകൻ്റെ പോരാട്ടത്തിനൊപ്പം ഞങ്ങളും ഉണ്ടാകും.